മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവികാരുണീശോ ഈ ദിവസം നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും സമർത്ഥമായി അനുഗ്രഹിക്കുകയും അവിടുത്തെ കൃപകളാലും അനുഗ്രഹങ്ങളാലും നിങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കുകയും ചെയ്യട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 5-ാമത്തെ അധ്യായത്തിൻ്റെ 39 മുതലുള്ള തിരുവചനങ്ങളിൽ നമ്മളിങ്ങനെ വായിക്കുകയാണ്: വിശുദ്ധ ലിഖിതങ്ങൾ നിങ്ങൾ പഠിക്കുന്നു, എന്തെന്നാൽ അവയിൽ നിത്യജീവനുണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുന്നു. അവ തന്നെയാണ് എന്നെക്കുറിച്ച് സാക്ഷ്യം നൽകുക. എന്നിട്ടും നിങ്ങൾക്ക് ജീവനുണ്ടാകേണ്ടതിന് എൻ്റെ അടുത്തേക്ക് വരാൻ നിങ്ങൾ വിസമ്മതിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ നേടിയെടുക്കുന്ന അറിവുകൾ ദൈവത്തിലേക്ക് നമ്മളെ അടുപ്പിക്കണം. നിൻ്റെ ജീവിതത്തിൽ നീ നേടിയെടുക്കുന്ന അറിവുകൾ അത് പല വിധത്തിലുള്ള അറിവുകളായിരിക്കാം. ലോകത്തിൻ്റെ അറിവുകളായിരിക്കാം, ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനമായിരിക്കാം, ദൈവവചനത്തെക്കുറിച്ചുള്ള അറിവായിരിക്കാം, മറ്റ് പഠന പാഠ്യേതര വിഷയങ്ങളെക്കുറിച്ചുള്ള അറിവുകളായിരിക്കാം, ചിലപ്പോൾ ഭാഷയെക്കുറിച്ചുള്ള അറിവുകളായിരിക്കും. ഇങ്ങനെ ജീവിതത്തിൻ്റെ പല കാര്യങ്ങൾ, ഒത്തിരിയേറെ അറിവുകൾ നിൻ്റെ ജീവിതത്തിൽ നീ നേടിയെടുത്തിട്ടുണ്ട്. നീ നേടിയെടുക്കുന്ന അറിവുകൾ നിന്നെ ഈശോയിലേക്ക് എത്തിക്കുന്നുണ്ടോ? നിൻ്റെ അറിവുകൾ ഈശോയിലേക്ക് നിന്നെ എത്തിക്കുന്നില്ല എങ്കിൽ നീ ഈശോയെ സ്വീകരിക്കാൻ മടി കാണിക്കുന്നവനാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊള്ളുക. യഹൂദര് ബൈബിളിനെ കുറിച്ച് വലിയ പഠനങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഗ്രന്ഥങ്ങളെക്കുറിച്ച് ജ്ഞാനമുള്ളവരാ. പക്ഷെ ഈശോയെ സ്വീകരിക്കാൻ അവർ വിസമ്മതിച്ചു. അറിവ് മാത്രം പോരാ, ഈശോയെ സ്വീകരിക്കാനുള്ള മനസ്സും വിശ്വാസവും വേണം നിൻ്റെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ ലഭിക്കാനെന്ന് ഈ വചനഭാഗം നമ്മെ പഠിപ്പിക്കുകയാണ്. വീണ്ടും 42-ാമത്തെ തിരുവചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുകയാണ്: എനിക്ക് നിങ്ങളെ അറിയാം, നിങ്ങളിൽ ദൈവസ്നേഹം ഇല്ല. ദൈവസ്നേഹമില്ലാത്ത ഏതൊരു പ്രവൃത്തിയും നിർജീവമാണ്, അനുഗ്രഹമില്ലാത്തതാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊള്ളുക. നമ്മൾ എന്ത് ചെയ്താലും ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം. ഞാനിത് ചെയ്യുന്നത് എൻ്റെ ഈശോയോടുള്ള സ്നേഹത്താലാണ്. വിശുദ്ധ കൊച്ചുത്രേസ്യ എന്ത് ചെയ്താലും അത് ചെയ്യുന്നത് ഈശോയ്ക്ക് വേണ്ടിയും ഈശോയോടുള്ള സ്നേഹത്താലുമായിരുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇതുപോലെ നിൻ്റെ ജീവിതത്തിൽ നീ എന്ത് ചെയ്താലും ഈശോയെ പ്രതിയും ഈശോയോടുള്ള സ്നേഹത്താലും നീ ചെയ്യുക. അപ്പോൾ നിൻ്റെ ജീവിതം ദൈവസന്നിധിയിൽ വിലയുള്ളതായിട്ട് മാറും. വചനം പഠിപ്പിക്കുക: എനിക്ക് നിങ്ങളെ അറിയാം, നിങ്ങളിൽ ദൈവസ്നേഹമില്ല. കുറവായിട്ട് ഈശോ പറയുന്ന ഒരു കാര്യമാണ്. ഉള്ളിൽ സ്നേഹമില്ലെങ്കിൽ അതൊരു വലിയ കുറവാണ് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞുകൊള്ളുക. വീണ്ടും 44-ാമത്തെ തിരുവചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുകയാണ്: പരസ്പരം മഹത്വം സ്വീകരിക്കുകയും ഏക ദൈവത്തിൽ നിന്ന് വരുന്ന മഹത്വം അന്വേഷിക്കാതിരിക്കുകയും ചെയ്യുന്ന നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിക്കാൻ കഴിയും? പരസ്പരം മഹത്വം സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിൻ്റെ പ്രശസ്തിയെ ആഗ്രഹിച്ച് പ്രവർത്തിക്കുന്ന കാര്യം. ലോകത്തിലുള്ള വ്യക്തികൾ എന്നെ പ്രശംസിക്കണം, മറ്റുള്ളവർ എന്നെ എപ്പോഴും പൊക്കി നിർത്തണം, എന്നെക്കുറിച്ച് നല്ലത് പറയണം, മറ്റുള്ളവരുടെ മുമ്പിൽ എനിക്കൊരു പേരും പെരുമയും ഉണ്ടാകണം. ഈ ഒരു ചിന്ത, പ്രിയപ്പെട്ട ദൈവമക്കളെ, അപകടത്തിലാണ് എന്ന് വചനം നമ്മെ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുക. എൻ്റെ കുടുംബത്തിലായാലും എൻ്റെ ജീവിത പങ്കാളി എപ്പോഴും എന്നെ പൊക്കി പറഞ്ഞുകൊണ്ടിരിക്കണം, എൻ്റെ മക്കൾ എപ്പോഴും എന്നെ പൊക്കി പറഞ്ഞുകൊണ്ടിരിക്കണം, എൻ്റെ മാതാപിതാക്കൾ എന്നെ എപ്പോഴും പൊക്കി പറഞ്ഞുകൊണ്ടിരിക്കണം, എൻ്റെ ജോലി സ്ഥലത്ത് മറ്റുള്ളവർ എന്നെ പൊക്കി പറഞ്ഞുകൊണ്ടിരിക്കണം. ഈ ഒരു ചിന്ത അത് തെറ്റാണ്. അത് ദൈവത്തിന് മഹത്വം കൊടുക്കാത്ത, സ്വന്തം മഹത്വം സ്വീകരിക്കുന്ന അഹങ്കാരത്തിൻ്റെ അവസ്ഥയാണ് എന്ന് തിരിച്ചറിയാനായിട്ട് സാധിക്കുക. ഈ 3 ചിന്തകളെ ഉള്ളിലേക്ക് നമുക്ക് സ്വീകരിക്കാം. ഒന്നാമത്തെ ചിന്തയായി ഈശോ നമ്മോട് പറയുന്നു, ഈ ലോകത്തിൻ്റെ അറിവുകൾ ഈശോയിലേക്ക് നമ്മളെ എത്തിക്കണം. 2, ഉള്ളിൽ ദൈവസ്നേഹം ഉണ്ടാകണം, ആ സ്നേഹത്തിൽ നിന്നെല്ലാം ചെയ്യണം. 3, വചനം പഠിപ്പിക്കുന്നു, ലോകപ്രശസ്തിയല്ല നീ ആഗ്രഹിക്കേണ്ടത്, ദൈവത്തിന് മഹത്വം കൊടുക്കുക. എല്ലാം ദൈവത്തിൽ നിന്ന് ദൈവത്തിന്. കരങ്ങളെ യാചനയോടെ പിടിച്ച് ഈ ദിവസത്തിന് എല്ലാ കാര്യങ്ങളും ഈശോയ്ക്ക് കൊടുത്ത് സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ഈശോയെ, മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നവരെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. ഇവരുടെ ജീവിതങ്ങളിലേക്ക്, അധ്വാനങ്ങളിലേക്ക് അങ്ങ് ഇറങ്ങിച്ചെന്ന് ഇവരെ ഓരോരുത്തരെയും സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യണമേ. ഇവരുടെ ജീവിതത്തിൽ നിന്ന്, ജീവിത വഴികളിൽ നിന്ന്, അധ്വാന മേഖലകളിൽ നിന്ന് എല്ലാ തരത്തിലുള്ള തിന്മകളും ബന്ധനങ്ങളും കെട്ടുകളും പിശാചിൻ്റെ ഉപദ്രവങ്ങളും നാരകീയ ശക്തികളും നിർവീര്യമായി തീരട്ടെ എന്ന് കൽപ്പിക്കുന്നു.
അന്ധകാരത്തിൻ്റെ കെട്ടുകൾ ഇവരുടെ ജീവിതത്തിൽ നിന്ന് അഴിയട്ടെ എന്ന് കൽപ്പിക്കുന്നു. സർവ്വ തിന്മകൾ ഇവരുടെ ജീവിതത്തിൽ നിന്ന് തകരട്ടെ എന്ന് കൽപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും. ആമേൻ.